എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. വല്ലാത്ത സങ്കടത്തിലാണ് കല്യാണി. കല്യാണിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോകാതിരിക്കാൻ പറ്റില്ല ഡൽഹിക്ക്. പക്ഷെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കല്ലുമോനെ കിരണേട്ടനെയൊക്കെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അത് വല്ലാത്ത വിഷമ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ദീപയോട് സംസാരിക്കുന്നുണ്ട്. ദീപ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പോയിട്ട് വരെ, ഇവിടെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. കല്ലുമോനെ ഈ അമ്മ നോക്കിക്കോളാം, നല്ല പൊന്നുപോലെ നോക്കിക്കോളാം. പോരാത്തതിന് കിരൺ മോനും ഇല്ലേ, മോളൊരു കുഴപ്പവും കൂടാതെ മോള് സന്തോഷത്തോടെ പോയി കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കണം. നല്ല ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടും വരണം. കാരണം എന്താണെന്നറിയാലോ, കാരണം മോൾക്ക് വേണ്ടിയിട്ടാ കിരണ, മോളുടെ സന്തോഷത്തിന് വേണ്ട ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നേ. അപ്പം മോള് ഓരോ ഒഴിവൊഴിവുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം കല്യാണം പറഞ്ഞു, എനിക്കറിയാം കിരണേട്ടന് അത്രമാത്രം കാര്യമാണ്. എനിക്ക് നല്ലൊരു സന്തോഷം വരുന്ന കാര്യമായതുകൊണ്ടാണ് കിരണേട്ടൻ സമ്മതിച്ചിരിക്കുന്നത്. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, കിരണേട്ടന് വരാൻ പറ്റുമായിരുന്നെങ്കിൽ കിരണേട്ടൻ വന്നേനും. എന്നാലും എനിക്ക് സങ്കടം ഇല്ലമ്മേ. പക്ഷെങ്കിൽ എല്ലാരും പിരിഞ്ഞിരിക്കുന്നൊരു വിഷമമുള്ളെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, മോള് ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം. ഈ സമയം ആകപ്പാടെ നെഞ്ചും കൂടി തകർന്നാണ് അങ്ങോട്ട് മനോഹർ വീട്ടിലേക്ക് പോകുന്ന സരയുവിനോടൊപ്പം. അപ്പൊ മനോഹർ ഇങ്ങനെ ഞെളിപിരി കൊള്ളുന്നതായിട്ടപ്പം പെട്ടെന്ന് സരി ചോദിച്ചു, അല്ല എന്ത് പറ്റും മനുവേട്ട? മനുവേട്ടൻ എന്തായാലും വയ്യായി ഉണ്ടോന്ന് ചോദിക്കും. എന്താണെന്ന് അറിയത്തില്ല മോളു, അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല വയറിനകത്ത്. ഞാനവിടെ ബാത്റൂമിൽ പോയല്ലോ, അതിനുശേഷം ദേഹത്തിന് ആകെപ്പാടൊരു വേദനയെന്ന് പറയാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ഫുഡായിരുന്നല്ലോ, ഫുഡൊക്കെ നല്ലതായിരുന്നു, എനിക്കെന്തോ അങ്ങോട്ട് പിടിച്ചില്ല എന്ന് പറയണം. ചിലപ്പം മനുവേട്ടന് വയറ് പിടിക്കാത്തതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അമ്മയോട് പറയാം. അമ്മ എന്തേലും ചിലപ്പോൾ ഇഞ്ചി എന്തേലൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് തരുമെന്ന് പറയണം. അത് മതി മോളൂ എന്ന് പറയാം. ദേഹത്തിനൊക്കെ നല്ല പെയിൻ ഉണ്ടെന്ന് പറയാം. ഈ സമയം സരി പറഞ്ഞു, ദൈവമേ ഷോ, അതൊന്ന് പോയി ഫുഡ് കഴിക്കണ്ടായിരുന്നു, ഞാനാ കാരണക്കാരി. പാവം മനുവേട്ടൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു. ഈ സമയം മനോഹരമാണ്, ശരിയാ, വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. കഷ്ടകാലം പിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഭാഗ്യത്തിന് തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ നിഷയുടെ കണ്ണിപ്പോയി പെട്ടേനം. എങ്കിൽ അതോടുകൂടി തീർന്നേനം. ഇനിയിപ്പൊ ഇവളെ വെച്ചോണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അവളെ പിടിച്ചോണ്ടിരുന്നിട്ടേ കാര്യമുള്ളൂ. കാരണം കോടികളുടെ സ്വത്ത് അവളുടെ പേരിലുള്ള. ഇവൾക്കാണെങ്കിൽ സ്വത്ത് കിട്ടുമോന്ന് പോലും അറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഓർത്തോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന ഇപ്പൊ രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് പോയത് രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സരി പറഞ്ഞു, അല്ല അച്ഛനോട് ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ടെന്ന് ചോദിക്കുക. അല്ല ഇവനെന്താ നടുവിന് കൈയൊക്കെ കൊടുത്തേ, എന്ത് പറ്റിയടാ? അല്ലു എടുത്തിട്ട് പെരുമാറിയോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ സരയു പറഞ്ഞു, അച്ഛന് നാണമില്ലേ ഇത്? എവിടെ പോയാലും എങ്ങോട്ട് പോയിട്ട് വന്നാലും അതെ അച്ഛൻ ഇതൊക്കെ മാത്രമേ പറയുള്ളൂ, എപ്പോഴും മനുവേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനായിട്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ മനുവേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അതെ അങ്ങനെയൊക്കെ കിട്ടുന്ന അച്ഛനാ. അച്ഛൻ പുറത്തിറക്കി കഴിയുമ്പോഴാണ് നാട്ടുകാരെ പിടിച്ചിട്ട് തല്ലുമൊക്കെ ചെയ്യുന്നത്. പറഞ്ഞു കേട്ടല്ലോ, എന്റെ മനുവേട്ടനെ കുറിച്ച് ഇനി അനാവശ്യം ഒന്നും പറയില്ലെന്ന് പറയാം. പോട്ടെ മോളു, ബോധം വെളിവില്ലാത്തൊക്കെ അല്ലേ, അങ്ങനെ പറഞ്ഞോട്ടെ, മോളത് കാര്യാക്കണ്ടെന്ന് പറയണം. അങ്ങനെ പതുക്കെ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ശാരി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഇത് മനുവേട്ടന് ഫുഡ് കഴിച്ചിട്ട് വയറ്റി പിടിച്ചിട്ടില്ല, അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി, പക്ഷെങ്കിൽ ദേഹത്തിനൊക്കെ ഒരു വേദന. ഈ സമയം മനോഹർ പറഞ്ഞു, പനിക്കാനാണോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അയ്യോ ഒരു കാര്യം ചെയ്യും, മുകളിലേക്ക് പോ, ഞാൻ എന്തേലും ഇഞ്ചി എന്തേലൊക്കെ ഇടിഞ്ഞു പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയണം. പിന്നീട് രാഹുലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കത്തില്ലല്ലേ പാവം, അത് വയ്യാതെ വന്നിരിക്കുമ്പോഴാ അതിനോട് ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുന്നത് കൊണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആകെപ്പാടെ ഈ വീടിന്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ ദേ മനുവൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പൊ അവനെയും കൂടെ ഇവിടെ ഓടിച്ചിട്ട് സുഖിച്ച് ജീവിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അറിയാലോ, അവൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, ആ കൂടെ ഞങ്ങളും ഇറങ്ങുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അത് മിക്കവാറും ഉണ്ടാവുന്നു. എന്താ പറഞ്ഞേ? ഇല്ല, ഞാനൊരു ആത്മകഥം പറഞ്ഞാന്ന് പറയാം. പിന്നീട് ലക്ഷ്മി നേരെ കാർത്തികേനെ വിളിക്കുന്നുണ്ട്. കാർത്തികനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി മോളെന്ന് ചോദിക്കാം. ഇവിടെയോ? ഇവിടെ നല്ല ബഹുവിശേഷങ്ങളൊക്കെ അമ്മ നടന്നുകൊണ്ടിരിക്കുന്നേ. കാരണം എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ട് ഇവിടെ ചിലരൊക്കെ നിൽക്കണമെന്നറിയോ? എന്താ അവൾ അങ്ങനെ പറഞ്ഞേ? പ്രതീക്ഷകൾ, അമ്മ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് പ്രതീക്ഷകൾ അങ്ങ് മാനം മുട്ട ഉയരുവാ. കാരണം ഇപ്പൊ ഡെയിലി അമ്മയ്ക്ക് മെസ്സേജ് വരുന്നില്ലേ നിൽക്കും. ഉണ്ടോന്നോ? ഞാനും അങ്ങ് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് വെച്ചേക്കല്ലേ, കുറെ മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് ഏറെ കയറി നിൽക്കട്ടെ അങ്ങോട്ട്. കാരണം അവന്റെ പതനം അത് ഏറ്റവും നല്ല ശക്തിയിലുള്ള പതനമായിരിക്കണം. അവൻ എങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വേണം അവന്റെ തലക്കിട്ട് കൂടം കൊണ്ട് അടി കൊടുക്കാനായിട്ട്. അത് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പറയാം. പിന്നെ ലക്ഷ്മി, അത് മാത്രം പോരാ, അവനായിട്ട് നല്ല പണിയും കൂടെ കൊടുക്കണം മോളിന്ന്. എന്ത് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവന് ചതുർത്ഥിയല്ലേ, അപ്പൊ പെണ്ണുങ്ങൾ ചതുർത്ഥി ആകുമ്പോ അവനിട്ടൊരു പണി കൊടുത്താലോ? അതെങ്ങനെ പണി കൊടുക്കാനാ? അതൊക്കെയുണ്ട്. അവിടെ ഈ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തില് അതെ
പെൺകുട്ടികൾ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളുടെ കാല് കഴിയണം. അതൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ മാറാനായിട്ട്, ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനായിട്ട്. അപ്പൊ അവിടെ പോയി പെൺകുട്ടികളുടെ കാല് കഴുകുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അത് ബാലികമാരുടെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും, മോള് അവനെയും കൂടെ അങ്ങോട്ട് പോകും. പിന്നെയുള്ള ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തി പറഞ്ഞു, അത് കൊള്ളാലോ അമ്മേ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ അമ്മ പറഞ്ഞെന്ന് വെക്കണം. അത് ശരിയാ, നല്ല ഐഡിയ എന്ന് പറയണം. എന്നാ ശരി, ഞാൻ അച്ഛനോടും സൂചിപ്പിച്ചു നോക്കട്ടെ, അച്ഛനെയും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ അമ്മ പറയുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടക്കുമെന്ന് പറയാം. ഒരു നല്ല പണി അച്ഛനിട്ട് കൊടുക്കാം. കിട്ടുന്ന അവസരം ഇങ്ങനെ പാഴാക്കരുത്. കാരണം അച്ഛന് തോന്നുകയും ചെയ്യരുത് പണി കൊടുക്കുന്നതാണ്, പക്ഷെ നന്നായിട്ട് പണി കിട്ടുകയും വേണം. അച്ഛന് ഏറ്റവും വെറുക്കുന്ന പെൺകുട്ടികളെയല്ലേ. അപ്പൊ ആ പെൺകുട്ടികളെ വെച്ച് എന്റെ പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം മനോഹർ മുറി പോയിരിക്കുകയാണ്. സരി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞും കൂടെ ഇറങ്ങി പോവാണ്. മനോഹർ പെട്ടെന്ന് അപ്പുറത്തേക്ക് മാറി. ഇനിയിപ്പം നിഷേനെ വിളിച്ചില്ല, ആ പാടെ പ്രശ്നവും ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഒന്ന് ഓണാക്കി വിളിച്ചേക്കാം. ഒരു മെസ്സേജ് എങ്കിലും ഇട്ടില്ലെങ്കിൽ അവളിനി എന്ത് വിചാരിക്കും. അങ്ങനെ ഫോൺ ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറെ മെസ്സേജ് വന്ന് കിടക്കുക. അല്ല, രോഹിയാണ് ഇത് എവിടെയാ, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേ എന്നെ ഒന്ന് കോള് വിളിക്കുക എന്ന് പറയാണ്. അവസാനം മനോഹർ അങ്ങോട്ട് മാറിപ്പോവാണ്. മനോഹർ അങ്ങോട്ട് മാറിപ്പോയിട്ട് നിഷേനെ ഫോൺ ചെയ്യുക. നിഷ പെട്ടെന്ന് ഇതേ രോഹിയാണ് ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ്. അയ്യോ മോള്, ഞാൻ ബോംബെയിൽ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, രോഹിയാണ് ഒന്ന് വീഡിയോ കോൾ വിളിക്കാമോ? അയ്യോ വീഡിയോ കോൾ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല മോളു, ഇപ്പൊ വിളിക്കുന്ന എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ മാമന്റെ പിള്ളേരും ആന്റിമാരും എല്ലാം ഇവിടെ ഉണ്ട്. എന്താ മോളു എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കണം. അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ കല്യാണത്തിൽ വന്നേ, അവള് പറഞ്ഞു ഇന്ന് രോഹിയേട്ടനെ അവിടെ റെസ്റ്റോറന്റ് വെച്ച് കണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്റെ രോഹിയേട്ടനല്ല, രോഹിയേട്ടൻ ബോംബെക്ക് പോയിക്കോന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവള് വട്ടം നിന്ന് തറക്കിച്ചു. അവസാനം ഞാൻ അവിടെ വന്നു പറയണം. എന്നിട്ടോ അല്ല, രോഹിയേട്ടനെ ഒന്നും കണ്ടില്ല. കണ്ടോ? അപ്പൊ മോളുവിന് എന്നെ വിശ്വാസമല്ലേ? കല്യാണം കഴിഞ്ഞ് 2 ദിവസമായി കഴിഞ്ഞപ്പോ തന്നെ എന്നെ വിശ്വാസമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. എന്നെ വിശ്വസിക്കാത്തടത്ത് ഞാൻ എന്തിനാ വരുന്നേ? ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാന്ന് പറയാം. ഇത് കേട്ടതും ആ നമ്പറിൽ അങ്ങോട്ട് വീണു നിഷ. അയ്യോ അല്ല, അയ്യോ രോഹിയേട്ടാ, അങ്ങനൊന്നുമില്ല, എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞതാ, എന്റെ രോഹിയേട്ടൻ എനിക്ക് വിശ്വാസമല്ലേ. രോഹിയേട്ടൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കർമ്മത്തിനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറയില്ലേ രോഹിയേട്ടാ. രോഹിയേട്ടൻ ഇനി പിണങ്ങിയിട്ടുണ്ട്, എനിക്ക് വിഷമോ, കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിളിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താന്ന് പറഞ്ഞല്ലോ. അല്ല പിന്നെ പെട്ടെന്ന് ഫോണും കൂടെ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായി, അതുകൊണ്ടാണ് രോഹിയേട്ടാന്ന് പറയണം. ശരി സാരമില്ലാന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഈ സമയം മനോഹർ മനസ്സിൽ പറഞ്ഞു, ഇവളല്ല, ഇവളേക്കാൾ വലിയവളെ താൻ കുപ്പിയിലാകും, പിന്നെയാണോ ഇവള് തന്നോടാ കളിക്കുന്നത്? നമ്പരിടാൻ തനിക്കാണോ അറിയത്തില്ലാത്ത? ഈ സമയം കല്യാണിന്റെ ദീപ പറഞ്ഞു, അതെ ഞാൻ എന്നാ ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാം. മോള് പോകുമല്ലേ, അപ്പൊ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാന്ന് പറയാണ്. ഇത് കേട്ടൻ കല്യാണം ശരി അമ്മ പോയിട്ട് വരാൻ പറയണം. അങ്ങനെ ദീപ ക്ഷേത്രത്തിലേക്ക് വരുക. ക്ഷേത്രത്തിലേക്ക് വന്ന് അവിടെ മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ ഭഗവാനെ, എന്റെ കല്യാണിമോള് പോവാണ്, കല്യാണിമോൾക്ക് ആപത്തുകളൊന്നും ഉണ്ടാക്കല്ലേ, നല്ല ആരോഗ്യത്തോടു കൂടി അവൾ പോയിട്ട് തിരികെ വരാണ്ട് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ദീപ അങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് പ്രകാശന്റെ വരവ്. പ്രകാശൻ കണ്ട് ദീപേനെ കണ്ടതും പ്രകാശൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓഹോ നീയോ, നിന്നെ ഞാൻ കാണാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു പറയണം. നിങ്ങളെന്തിനാ എന്നെ കാണുന്നത്? അല്ല, എന്നെ നിനക്കല്ലേ ഒരു വിലയില്ലാത്ത, പക്ഷെ ഇപ്പൊ ഞാൻ ആരെന്നൊരു കോടീശ്വരൻ. അധികം വൈകാതെ നിന്റെ മുന്നിൽ കൂടെ ഞാൻ വിലസു എന്ന് പറയണം. പിന്നെ നിങ്ങൾ എന്ത് വെള്ളം ചെയ്തോ അതിന് എന്നെ എന്തിനാ പറയണേന്ന് ചോദിക്കണം. അത് പറയണേന്നോ, നിന്നേക്കാൾ നല്ല ചുള്ളത്തി കണ്ടോ, ചുള്ളത്തിനെ കെട്ടി ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയണം. ഈ പ്രായത്തിൽ നിനക്ക് കല്യാണോ? കൊള്ളാം. അതെ, നിനക്ക് കൊച്ചുമോനുമായി ആ വിവരം അറിയാന്ന് ചോദിക്കും. കൊച്ചുമോനാണ് പോലും. ഇടി എന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാന്ന് പറയോ? ഞാൻ എന്നാ സുന്ദരനാടി നീ ഇരിക്കുന്നോ? എന്റെ പൊന്നോ, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദീപ പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളോട് അധികം സംസാരിച്ചിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദീപ അങ്ങോട്ട് തൊഴുത് പ്രാർത്ഥിച്ചങ്ങോട്ട് പോകണം. പ്രാർത്ഥിച്ചോ, നീ എത്ര വേണേലും അങ്ങോട്ട് മുട്ടിപ്പാട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറയാണ്. പിന്നീട് നേരെ അകത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്താണ് അങ്ങോട്ട് കാർത്തിക് വരുന്നത്. കാർത്തിക് വന്നിട്ട് പ്രകാശനോട്, അച്ഛാ എന്താ മോളെ? അല്ല ഇവിടെ ഇന്നൊരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാം. പൂജയും കാര്യങ്ങളും അതെ പെൺകുട്ടികളുടെ കാല് കഴുകുന്ന പാദം കഴുകുന്ന ആ ചടങ്ങുകളൊക്കെയാ. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാ പറയണേ. അത് മാത്രമല്ല നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന്. അപ്പൊ അതിനു വേണ്ട അതെ അച്ഛനെ അതങ്ങ് ചെയ്യണം, ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം ചോദിച്ചു, ഞാനോ? അതെ അച്ഛാ, ബാലികന്മാരല്ലേ എന്ന് ചോദിക്കണം. അയ്യോ മോളെ, അച്ഛനൊന്നും പറയണ്ട. അതെ നമുക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകണ്ടേ, അറിയാലോ പുതിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തുടങ്ങാനുള്ള. ഇത് കേട്ടതും പ്രകാശൻ പറയാം, അങ്ങനെയാണോ? എന്നാ ശരി ചെയ്തേക്കാന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ കൊണ്ട് ആ പിള്ളേരുടെ കാല് കഴിക്കണം. അങ്ങനെ
അങ്ങനെ പ്രകാശം കാല് കഴിക്കൊണ്ടിരുന്ന കാഴ്ച അങ്ങോട്ട് ഒന്ന് ലക്ഷ്മി കണ്ടു. ലക്ഷ്മിക്ക് സന്തോഷമായി. ലക്ഷ്മി മാറി എന്നിട്ട് ആ കൺകുളിർക്കി ആ കാഴ്ച അങ്ങോട്ട് കാണുവാണ്. നല്ല നല്ല കാര്യം തന്നെ. പെൺകുട്ടികളെ ഏറ്റവും വെറുക്കുന്ന ഇവന്. പെൺകുട്ടികളുടെ കാല് കഴുന്നു. ഇങ്ങനെ തന്നെ വേണം. ഇവൻ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ. നീ അറിയാൻ പോകുന്നുള്ളൂ പ്രകാശ, ഈ ലക്ഷ്മി ആരാ, കാർത്തിക ആരാന്നൊക്കെയുള്ളേ. കല്യാണിയും മറ്റും നീ നിന്റെ തൊഴുത്തും കൂട്ടി കിടത്തി വളർത്തിയെന്ന് പറഞ്ഞാലേ, പക്ഷെങ്കിൽ ഒരു കാരണവശാലും ഇനി നീ വേറെ ആരെയും ദ്രോഹിക്കരുത്. പെണ്ണിന്റെ കരുത്ത് നീ അറിയാൻ പോകുന്നുള്ളത് പറയാ. അങ്ങനെ പ്രകാശൻ എന്ത് ചെയ്യണം, അവിടെ നിന്ന് കാലക്കഴി തൊഴുത് അവിടെ പ്രാർത്ഥിക്കുവാണ്. ഈ സമയം പെട്ടെന്ന് കാർത്തിക പുറത്തേക്ക് വന്നു. കാർത്തിക പുറത്ത് വന്നപ്പോൾ ലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയോട് അമ്മ കണ്ടോന്ന് ചോദിക്കും. ഞാൻ കണ്ടു മോളെ, എനിക്ക് സമാധാനമായി, സന്തോഷമായി. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കൊടുത്തോണ്ടിരിക്കണമെന്ന് പറയാം. അതേമേ അമ്മ ഇനി പേടിക്കണ്ട, ഇനി ഇങ്ങനെ ഞാൻ പണി കൊടുത്തോണ്ടേ ഇരിക്കുമെന്ന് പറയാം. എന്നാ ശരി മോള് പിന്നെ വന്നാൽ ഞാൻ അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നീങ്ങുവാണ്. ആ സമയത്താണ് ദീപേനെ കാണുന്നത്. ദീപ അവിടെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചും കൂടെ ഇറങ്ങി വരുമായിരുന്നു. പെട്ടെന്ന് ദീപേനെ കണ്ടതും ലക്ഷ്മി അങ്ങോട്ട് ചെല്ലുവാണ്. ലക്ഷ്മി അങ്ങോട്ട് ഇരുന്നിട്ട്, അല്ല കല്യാണിന്റെ അമ്മയല്ലേന്ന് ചോദിക്കും. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല കാർത്തിമോളും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫോട്ടോസും കണ്ടിരുന്നു. ഓ അങ്ങനെയാണല്ലേ. അല്ല ഞാൻ കാർത്തികയുടെ അമ്മ എന്നെ മനസ്സിലായെന്ന് ചോദിക്കും. ഇല്ല കണ്ടിട്ടില്ല, പക്ഷെ കാർത്തിക പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ ഒരു അമ്മ മാത്രം ഉള്ളെന്ന്. അല്ല ഇവിടെ എന്താ, ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാം. ഓ അങ്ങനെയാണോ. പിന്നീട് അവര് തമ്മിൽ പരിചയപ്പെടുവാണ്. അതിനുശേഷം ദീപ പറഞ്ഞതേ, കാർത്തിക മോളുടെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല കേട്ടോ. ഞങ്ങൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തിക മോൾക്ക് വിഷമമാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയായിരുന്നേ. കല്യാണി കിരണോ അതിനെക്കുറിച്ച് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രകാശൻ എന്ന് പറഞ്ഞ അയാൾ എന്റെ ആദ്യ ഭർത്താവാ. പക്ഷേ കല്യാണ മോളെ കണ്ടെടുത്താൽ കാണത്തില്ലായിരുന്നു. ഒത്തിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ കാർത്തിക മോളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് കേട്ടു. മോൾ ആപത്തിലേക്കാ പോന്നെ. ഞാൻ പറഞ്ഞത് കരുതിയിട്ട് എന്നോടൊന്നും വിരോധമൊന്നും തോന്നരുത് കേട്ടോ. മോളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറയാ. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അല്ലെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ മോളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കേട്ടോ. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമെന്ന് പറയണ. പക്ഷെങ്കിൽ ഈയിടെ ആയിട്ട് എന്തോ കല്യാണ മോളായിട്ട് എന്തോ ഒരു വഴക്കുണ്ടായെന്നാണല്ലോ പറയുന്ന കേട്ടേന്ന് ദീ പറയണം. ലക്ഷ്മി പറഞ്ഞു, അവളുടെ പിന്നെ കുറച്ച് പിടിവാശിയും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ട്, അതുകൊണ്ടായിരിക്കും. അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ അവളോട് പറഞ്ഞ ഇനി പിണക്കങ്ങളൊക്കെ മാറ്റിക്കോളാന്ന് പറയാം. എന്നാൽ ശരി നമുക്ക് പിന്നീട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ദീപി അങ്ങോട്ട് പോവാണ്. ഈ സമയം ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു, എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണ്. എന്നിട്ടാണ് ആ ദുഷ്ടന് തന്നെ കല്യാണം കഴിച്ച് തന്നെ ഉപേക്ഷിച്ചു, വീണ്ടും ഇവരെ പോയി കല്യാണം കഴിച്ചു. എന്നിട്ട് ഇപ്പം വീണ്ടും വിലസ് നിർത്തുന്നത്, വീണ്ടും മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. താനാന്ന് അറിഞ്ഞു കഴിയുമ്പോ എടാ പ്രകാശ, നീ തകർന്ന് തരിപ്പണാവൂടാ, കണ്ടോ നീ എന്നെ നീ കാണാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. അധികം വൈകാതെ തന്നെ നീ ആ സത്യം അറിയൂടാ, ഞാൻ ആരാന്നുള്ളേ. തകർന്നടിഞ്ഞു പോന്നെ നിന്റെ നെഞ്ചും ശ്വാസം അവസാനിക്കുന്നോടം വരെ ഞാൻ നോക്കിയിരിക്കും. ആ കാഴ്ച എനിക്ക് കാണണോടാ. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഞാനും എൻ്റെ മോളും. അന്ന് അറിയുള്ളൂ, പുറലോകം അറിയുള്ളൂ. അതായത് കല്യാണി കിരണമൊക്കെ അറിയുള്ളൂ ഞങ്ങൾ ആരായിരുന്നുള്ളേ. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാന്നുള്ളേ. അധികം വൈകാതെ ആ സത്യങ്ങളൊക്കെ പുറത്തു വരും. അതുവരെ നീ ഇങ്ങനെ വരച്ച് നടന്നോടാന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.